യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. രവീന്ദ്രനെ സബ് ജയിലിലേക്ക് മാറ്റണം. യെസ് സർ. സേതുവിനെ ഉടൻ തന്നെ റിലീസ് ചെയ്യാനുള്ള ഓർഡർ ഇതിലുണ്ട്. യെസ് സർ. മിസ്റ്റർ എസ് പി സർ, രേഷ്മയുടെ മരണത്തിന് കാരണക്കാരായ ധ്രുവന്റെ 2 സുഹൃത്തുക്കളെയും എത്രയും വേഗം കസ്റ്റഡിയിലെടുക്കണം. സർ. നാളെ തന്നെ രവീന്ദ്രനെ കോടതിയിൽ ഹാജരാക്കണം. യെസ് സർ. സർ, ധ്രുവന്റെ യഥാർത്ഥ കൊലയാളിയെ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് സേതുവിനോടും ഭാവനയോടും ഞാനും കുറച്ച് റഫായി പെരുമാറിയത്. അല്ലാതെ എനിക്കവരോട് പ്രത്യേകിച്ച് വ്യക്തിവൈരാഗ്യമൊന്നുമില്ല. അതിന് ഞാൻ ഭാവനയോട് ക്ഷമ വഹിക്കുന്നു. ഓക്കെ, നിങ്ങൾ പൊയ്ക്കോളൂ. ഓക്കെ സർ. ഞങ്ങളെടുത്തോ. വാ, വരൂ, വാ. സർ. സാർ, എന്താ? എനിക്ക് ഭാവനയോടൊന്ന് സംസാരിക്കണം. വേഗം വേണം. ഓക്കെ. ഭാവന, സോറി ഭാവന. ഞാൻ ചെയ്ത തെറ്റിന് നിങ്ങളും കൂടി ക്രൂശിക്കപ്പെട്ടതിൽ എനിക്ക് വിഷമമുണ്ട്. ഇപ്പൊ എന്റെ മനസ്സിനൊരു സമാധാനം തോന്നുന്നു. ഞാൻ ഇപ്പൊ ചെയ്തതാ ശരിയെന്നൊരു തോന്നൽ. സാർ വിഷമിക്കരുത്. രേഷ്മയുടെ ആത്മാവ് ഇപ്പൊ സന്തോഷിക്കുന്നുണ്ടാവും. സാറിനെ പോലൊരച്ഛൻ ഏത് മക്കളുടെയും ഭാഗ്യമാണ്. എത്രയും വേഗം ധ്രുവന്റെ ആ ഫ്രണ്ട്സിനെ കൂടി ഞങ്ങൾ കണ്ടെത്തും. അവർക്കുള്ള ശിക്ഷ കിട്ടുകയും ചെയ്യും. സാർ ധൈര്യമായിരിക്കും. ഡോക്ടർ ഇപ്പൊ ചെയ്തത് വലിയൊരു കാര്യമാണ്. ഒരു കുടുംബത്തിന്റെ സന്തോഷത്തെയാണ് ഡോക്ടർ ഇപ്പൊ തിരിച്ചു നൽകിയത്. ഒരിക്കലും ഡോക്ടറെ ഞങ്ങൾ മറക്കില്ല. ധ്രുവന്റെ ഫ്രണ്ട്സിനെ പിടികൂടാൻ ഞങ്ങളും പോലീസിനെ സഹായിക്കും. ധൈര്യമായിട്ടിരിക്കണം. വലിയ ഉപകാരം. കഴിഞ്ഞല്ലേ? വരൂ. ശരി ഭാവന. മോളെ, അല്ലേ അച്ഛാ, എന്റെ അച്ഛൻ എപ്പോഴാ വരുന്നേ? മോള് വിഷമിക്കാതെ, അച്ഛൻ വരൂ. വരും വരും എന്നെല്ലാരും പറയുന്നതല്ലാതെ എന്താ വരാത്തെ? മോളെ, മോൾ ചെന്നിരുന്ന് പഠിക്കും. നോക്ക്, അച്ഛൻ വരും. വേണ്ട, അമ്മ കള്ളം പറയുന്നതാ. അച്ഛൻ എന്നോട് ഒരു സ്നേഹവും ഇല്ല. നദുമോളെ, സേതോട്ടാ, സേതോട്ടാ. അച്ഛാ, ഏട്ടാ. സേതു, അമ്മേ, മക്കളെ, നിനക്ക് ജാമ്യം കിട്ടിയതാണ്. അല്ലമ്മേ, ധ്രുവന്റെ യഥാർത്ഥ കൊലയാളിയെ കിട്ടി. അങ്ങനെയാണ് എന്നെ വെറുതെ വിട്ടത്. സത്യമാണോ ഏട്ടാ? അതെടാ, സൂര്യൻ ഭാവനയും കൂടെ യഥാർത്ഥ പ്രതിയെ കണ്ടുപിടിച്ചത്. ധ്രുവനെ കൊന്നത് മറ്റാരുമല്ല,
ഭാനുവിന്റെ കൂട്ടുകാരി രേഷ്മയുടെ അച്ഛനാ ഡോക്ടർ രവീന്ദ്രൻ. സത്യമാണോ ചേച്ചി? അതേ പരത്തെ. ഭാനുവിന്റെ കൂട്ടുകാരി രേഷ്മയെ ധ്രുവനും കൂട്ടുകാരും ശല്യം ചെയ്യാറുണ്ടായിരുന്നുവെന്ന് ഭാനു എന്നോട് പറഞ്ഞിരുന്നു. ആ റൂട്ടിലേക്കാ ഞങ്ങൾ പോയത്. ആ ശ്രമം വിജയിക്കുകയും ചെയ്തു. ചെയ്യാത്ത കുറ്റത്തിന് സേതുവേട്ടൻ സ്വയം ബലിയാടാവാൻ നോക്കി, അതും സ്വന്തം സഹോദരിമാരെ രക്ഷിക്കാൻ വേണ്ടി. പക്ഷേ ദൈവം സേതുവേട്ടനെ കൈവിട്ടില്ല. യഥാർത്ഥ പ്രതിയെ ദൈവം തന്നെ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. നന്ദമോളുടെ കണ്ണീര സേതുവണ്ണന് പുറത്തു കൊണ്ടുവന്നത്. അത്രമാത്രം മോള് വിഷമിച്ചിട്ടുണ്ടാവും. സേതുവണ്ണം വന്നപ്പോ തന്നെ ഈ വീട്ടിൽ ഐശ്വര്യവും വന്നു. വിളിക്കാത്ത ദൈവങ്ങളില്ല, നേരാത്ത നേർച്ചകളില്ല. അത്രമാത്രം നെഞ്ചുപൊട്ടിയ ഞാനിവിടെ കഴിഞ്ഞത്. അറിയാമയച്ചി, ഇന്നെന്റെ അവസാനത്തെ ശ്രമമായിരുന്നു. യഥാർത്ഥ പ്രതിയെ കിട്ടിയില്ലെങ്കിൽ ഞാൻ തന്നെ ഈ കുറ്റം ഏറ്റെടുത്തിട്ട് സേതുവിനെ പുറത്തു കൊണ്ടുവരുമായിരുന്നു. അതിന് കാരണം മറ്റൊന്നുമല്ല, നന്ദുമോളുടെ കണ്ണീര്. അത് കാണാനുള്ള ശക്തി എനിക്കില്ലായിരുന്നു. ഇപ്പൊ എല്ലാം കലങ്ങി തെളിഞ്ഞില്ലേ ഭാവന? ഇനി ഈ സന്തോഷം എല്ലാരും ആഘോഷമാക്കണം. അമ്മേ, ഭാമ എവിടെ? അവക്കൊരു തലകറക്കം, ഗുളിയും കഴിച്ചു കിടക്കുക. വിളിക്കണ്ട, ടെൻഷന്റെ ആയിരിക്കും. അമ്മേ, ഞാൻ ഭാമയെന്ന് കാണണ്ട. ശരി. അച്ഛമ്മേ, അയ്യോ, സേതുവിനെ കണ്ട സന്തോഷത്തില് ഞാൻ മക്കളോട് ഇരിക്കാൻ പോലും പറഞ്ഞില്ല. വാ, ഇരിക്കും മോനെ. എന്താ ആന്റി ഇത്? ഇവിടെ ഇരിക്കാൻ എന്നോട് ഇനി പ്രത്യേകം പറയണോ? രമേശേട്ടാ, പോയി മട്ടനോ ചിക്കനോ എന്താന്ന് വെച്ചാൽ വാങ്ങിച്ചിട്ട് വാ. ചെറുതായിട്ട് നമുക്കൊന്ന് സന്തോഷിക്കാം. പിന്നെന്താ, ഞാൻ ഇപ്പൊ വരാം. ഏട്ടാ, കാശ് ഞാൻ തരാം. അത് വേണ്ട പെങ്ങളെ, ഞാനും ഒന്ന് സന്തോഷിക്കട്ടെ. കാശ് എന്റെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഞാനും വരാം. വാ അമ്മേ. ശരി. സൂര്യ, നീ ഇരിക്കേ. വേണ്ട ഭാവന, സേതുവേട്ടൻ വന്നതല്ലേ, നിങ്ങൾ എല്ലാരും കൂടി സേതുവേട്ടനോടൊപ്പം ആഘോഷിക്കും. ഞാൻ ഇറങ്ങ, പോയിട്ട് എനിക്കും ചില അത്യാവശ്യങ്ങളുണ്ട്. ശരിയെന്നാ. സൂര്യ, സൂര്യ, ഞാനിതിനൊക്കെ എങ്ങനെയാ പകരം ചെയ്യേണ്ടത്? എന്താ ഭാവന ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അതെ സൂര്യ, നന്ദി എന്നൊരു വാക്കുകൊണ്ടുപോലും തീർത്താ തീരാവുന്നതല്ല നിന്നോടുള്ള എന്റെ കടപ്പാട്. ഇന്ന് തന്നെ ആ ഡോക്ടറുടെ മുമ്പില് ഞങ്ങൾക്ക് വേണ്ടി നീ യാചിക്കുന്ന കണ്ടപ്പോ എന്ത് ചെയ്യണമെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. എല്ലാത്തിനും നന്ദിയുണ്ട് സൂര്യ, അല്ലാതെ ഞാൻ എന്താ പറയാ? സൂര്യ, ഞാനൊരു സത്യം പറയട്ടെ. എന്താ പറഞ്ഞു? യഥാർത്ഥ പ്രണയം എന്താണെന്ന് ഇപ്പൊ ഞാൻ ശരിക്കും അറിയുന്നുണ്ട്. നിന്റെ ഓരോ ചലനങ്ങളിലും എന്നോടുള്ള പ്രണയം ഞാൻ അറിയുന്നു. ഇതൊക്കെ പറയുന്നത് താൻ തന്നെയാണോ, അതോ ഞാൻ സ്വപ്നം കാണുന്നതാണോ? സ്വപ്നത്തിലായാലും അല്ലെങ്കിലും ഞാൻ ഈ പറഞ്ഞ സത്യം തന്നെയാ. സൂര്യ, നിന്റെ ഈ സ്നേഹത്തിന് മുമ്പിൽ പകരം വെക്കാൻ എന്റെ ഈ ജീവനല്ലാതെ മറ്റൊന്നുമില്ല. എന്താ ഭാവന ഇത്? എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? തന്റെ ഈ സ്നേഹവും സാമീപ്യവും അത് മാത്രം മതി എനിക്ക്. ഇതുപോലെ നിനക്കിപ്പോ ഒരു നിഴലായി നടക്കാനേ ഞാൻ എന്നും ആഗ്രഹിച്ചിട്ടുള്ളൂ. നിനക്ക് എന്നോടുള്ള കരുതല് എനിക്കറിയാം സൂര്യ. പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, എല്ലാ സൗഭാഗ്യങ്ങളും ഉള്ള നിനക്ക് എങ്ങനെ ഒരു സാധാരണക്കാരനെ പോലെ ജീവിക്കാനും പെരുമാറാനും പറ്റുന്നു. എന്താ, ഞാൻ ചിന്തിച്ചതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? എനിക്കെന്തോ അങ്ങനെയൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല. എനിക്ക് എന്തൊക്കെ സൗഭാഗ്യങ്ങൾ ഉണ്ടായാലും അത് നിന്നോളം വരില്ല ഭാവന, അതാ സത്യം. എനിക്കൊന്നും പറയാനില്ല സൂര്യ. ഓരോ നിമിഷവും സ്നേഹം കൊണ്ട് നീ എന്നെ തോൽപ്പിക്കുക. അവിടേക്ക് ഓടിയെത്താൻ ഞാൻ എത്ര ശ്രമിച്ചിട്ടും നടക്കുന്നില്ല സൂര്യ. എന്താ ഇത്? താനിപ്പോ ശരിക്കും റൊമാൻറ്റിക് മൂഡിലാണെന്ന് തോന്നുന്നു.